പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ്, അടിപൊളി. കേശു അമ്പലത്തിൽ പോയപ്പോ ഊരിയിട്ട ചെരുപ്പാണ്, ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അടിപൊളി, എന്താ നന്നായി. അല്ല, ഈ 150 രൂപയുടെ കേശുവിന്റെ ചെരുപ്പ് സാറിന് എന്തിനാ? എടി, നമ്മൾ ഈ കേശുവിന്റെ ചെരുപ്പുണ്ടല്ലോ, 150 രൂപ ചെരുപ്പ്, നമ്മൾ 4 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോണത്. 4 ലക്ഷം രൂപയ്ക്കാ കേശുവിന്റെ ചെരുപ്പാ? നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കേശുവിന്റെ ചെരുപ്പല്ല, നമ്മൾ ഇതൊക്കെ മണ്ണൊക്കെ തേച്ച് കുറെ ഉണക്കി വെച്ചിട്ട് നമ്മൾ കുറെ പുരാതനമാക്കുകയാണ്. എന്നിട്ട് നമ്മൾ കേശുവിന്റെ ചെരുപ്പായിട്ടല്ല, യേശുവിന്റെ ചെരുപ്പായിട്ടാണ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നത്. സാറിന്റെ ഒരു ബുദ്ധി. അതെന്റെ കയ്യിൽ നിന്ന് പോയത്. അത് ഞാൻ കടിച്ച ആപ്പിളാണ്, സാറിന് എന്തിനാ? നീ കടിച്ച ആപ്പിളിന് നമ്മൾ വിപണിയിൽ എത്തിക്കണം അറിയോ? 2 ലക്ഷം രൂപയ്ക്ക്. 2 ലക്ഷം രൂപയ്ക്ക്? ഈ സണ്ണി ലിയോണൊക്കെ കടിച്ച ആപ്പിളിന് വില കിട്ടണ പോലെ ഞാൻ കടിച്ച ആപ്പിളിന് വില കിട്ടോ? നീ കടിച്ച ആപ്പിൾ ഇത്ര നേരം അവിടെ കിടന്നിട്ടുണ്ടല്ലോ, ഒരു ഉറുമ്പ് പോലും തിരിഞ്ഞു നോക്കില്ല, പിണങ്ങി പോണ കണ്ട. ഇത് അങ്ങനെയല്ല, നമ്മളിത് വിൽക്കാൻ വേണ്ടി പോണത് ഐസക് ന്യൂട്ടന്റെ തല വീണ ആപ്പിളായിട്ടാണ്. അതിനിത് പകുതിയല്ലേ ഉള്ളൂ, പകുതി ഇല്ലല്ലോ. ബാക്കി പകുതി കൊണ്ടല്ലേ പുള്ളി ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. ഇത് ഭയങ്കര ആകർഷണം ഉണ്ടോ സാറേ? ഈ നാട്ടുകാരെ പറ്റിക്കാനുള്ള ഈ ആകർഷണം. ശോഭേ, അതെ, താളം ചവിട്ടിയത് മതി പോയെ. അത് ഞാൻ താളം ചവിട്ടിയില്ലല്ലോ. നീ എന്റെ മുമ്പിൽ താളം ചവിട്ടി ഞാൻ കാണിച്ചു തരാം. ഞാൻ താളം ചവിട്ടിയിട്ട് ഇതൊക്കെ ഇവിടുന്ന് പോയി പഠിക്കേണ്ടത്. പോയിട്ട് എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി പോച്ചല്ലേ. അതിനാണ് ഈ കിടന്ന് ചൂടാവണേ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാക്കി വെച്ചാ എന്ത് കാര്യത്തിന്? സാറി പഴയ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നേ, പിന്നെ എന്താ ഭക്ഷണത്തിന് മാത്രം ഇത്ര പുതുമ? പഴയ സാധനങ്ങൾ ഞാൻ ആൾക്കാർക്ക് കൊടുക്കണം പറഞ്ഞ് കഴിക്കണ ഭക്ഷണം പഴയതാണ് ഉണ്ടാക്കി വെക്കുന്നത്. മര്യാദക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി പോ. ചെല്ലു പോ. സാർ എന്നെ കൊണ്ട് പണി എടുപ്പിക്കും. പോ, ചെല്ലു പോ. യേശുവിന്റെ ചെറുപ്പം കൊണ്ടോ പോ. എടാ മോനെ, ക്യാമറ ഓക്കെ അല്ലേ? എടാ അത് കേട്ടോ. ഓക്കെ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പൊട്ടത്തേങ്ങ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് പഴം തേടിയുള്ള യാത്രയാണ്. അല്ല, പഴമ തേടിയുള്ള യാത്രയാണ്. അപ്പൊ എന്റെ കൂടെ ഒരു പുരാതന മനുഷ്യനുണ്ട്. പുരാതന മനുഷ്യനോ? അല്ല, പുരാതന സാധനങ്ങൾ വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. അതിനു മുമ്പായി അപ്പൊ എന്റെ ചാനൽ അത് ചെയ്യാത്തവർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കാണാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഇദ്ദേഹത്തെ നമുക്കറിയാം. പുരാതന വസ്തുക്കൾ വിൽക്കുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ജോൺസൺ തെങ്ങുമേൽ. നമസ്കാരം. നമസ്കാരം സാർ. അതെ, സാറിന് വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കണം, പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അപ്പൊ സാർ എങ്ങനെയാണ് സാർ ഈ രംഗത്തേക്ക് വന്നത്? ഞാൻ ഈ രംഗത്തേക്ക് വന്നത് എങ്ങനെയാണെന്നല്ലേ, അതായത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊൽക്കത്തയിലായിരുന്നു താമസിച്ചിരുന്നത്. കൊൽക്കത്തയിൽ? അപ്പൊ ഈ കൊൽക്കത്തയിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോകും. ഈ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്റെ തൊട്ടപ്പുറത്ത് ഒരു പയ്യൻ വന്ന് ചായ കുടിക്കാറുണ്ട്. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു കപ്പ് ഉണ്ടാവും. ഞാൻ 2ാമത്തെ ദിവസം ചായ കുടിക്കാൻ വേണ്ടി വന്നു. അപ്പോഴും ഈ പയ്യൻ കൂടെ ഉണ്ട്, കപ്പുണ്ട്. അവന്റെ കൂടെ കപ്പുണ്ട്. ഞാൻ 2-3-4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ പയ്യനെ കാണാറുണ്ട്, അവന്റെ കൂടെ കപ്പുണ്ട്. ഒരു ദിവസം ഇവന് ചായ കുടിച്ച് പോകുന്ന സമയത്ത് ആ കപ്പ് മറന്നു വെച്ച് പോയി. അപ്പൊ ഞാൻ ആ മറന്നു വെച്ച് പോയ കപ്പ് കയ്യിലെടുത്തിട്ട് ചായക്കടക്കാരോട് ചോദിച്ചു, ചേട്ടാ എല്ലാ ദിവസവും ഈ കപ്പ് കൊണ്ടുവരുന്ന പുള്ളിയത് ആരെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് കൊൽക്കത്തയിലെ ഒരു രാജകുമാരനാണ്, ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറഞ്ഞു. പേരെന്തറിയുമോ? സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലി മറന്നു വെച്ച് പോയ കപ്പേന്ന് പറയുമോ? ഇന്ത്യക്ക് കിട്ടിയ വേൾഡ് കപ്പ് ഞാനതെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി. സാർ എന്താ പരിപാടി കാണിച്ചത്? സാർ അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അത് അങ്ങനെയല്ല, ഈ എന്റെ വീട്ടിലാണ് ഇപ്പൊ ഈ വേൾഡ് കപ്പ് ഇരിക്കുന്നത്. അപ്പൊ സൗരവ് ഗാംഗുലി ഇന്ത്യൻ ടീമിൽ എല്ലാ ആൾക്കാരും കൂടി എന്റെ വീട്ടിൽ വരണം. എന്നിട്ട് അവരോട് ചോദിക്കും, ഞങ്ങളുടെ വേൾഡ് കപ്പ് തിരിച്ചു തരണേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മറന്നു വെച്ച് പോയ സാധനമാണല്ലോ, അത് ഞാൻ തിരിച്ചു തരണമെങ്കിൽ 1 കോടി രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ ഈ വേൾഡ് കപ്പ് ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു. പക്ഷെ അവർ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഒരു ചെറിയ സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ടിവിയിലും പത്രത്തിലൊക്കെ ഞാൻ വായിക്കാനായിട്ട് വന്നു, ഇന്ത്യക്ക് വേൾഡ് കപ്പ് നഷ്ടമായിരുന്നു. അപ്പൊ സംഭവം മോശമെന്ന് അവർ അറിഞ്ഞേ. മോഷണമല്ല, സംഭവം കാണാതെ പോയി നടത്തി അവര്. പക്ഷെ വരണം കേട്ടോ. സാർ ഇതെന്താണ് സാർ? ഏതാ ഇത്? അയ്യോ, അത് മനസ്സിലായില്ലേ? അതാണ് കമാലുദ്ദീന്റെ വീട്ടിലെ മണ്ണെണ്ണ വിളക്ക്. മണ്ണെണ്ണ വിളക്ക്. ശോഭേ, അല്ല സാർ ഇതെന്താണ് സാർ? ഇതെന്താ സംഭവം അറിയാം? ഇല്ല, മണ്ണെണ്ണ വിളക്കല്ല. പിന്നെ ഇത് കമാലുദ്ദീന്റെ വീട്ടിലെ മണ്ണെണ്ണ. ഇത് കമാലുദ്ദീന്റെ വീട്ടിലെ മണ്ണെണ്ണ വിളക്കല്ല. പിന്നെ സംഭവം ഉണ്ടല്ലോ, ഇവള് എന്ത് കണ്ടാലും ഓട്ടിക്കണ പെണ്ണാണ്. അതുകൊണ്ട് ഞാൻ അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കാൻ പറഞ്ഞു. സത്യത്തിലുണ്ടല്ലോ, അത്ഭുത വിളക്കാണ്. തുടരുന്നത് 22 ലക്ഷം രൂപ. 22 ലക്ഷം രൂപ? സാർ ഇതെന്താണ് സാർ? ഇത് വലംപിരി ശംഖ്. ഇടത്തോട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഓക്കെ. അല്ല സാർ, ഈ വലംപിരി ശംഖിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു സാറിന് പറയാനുള്ളത്? ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമ്പത്ത് ഐശ്വര്യറായൊക്കെ നമ്മൾ തേടി വരും. ഐശ്വര്യ വരുവാ? അല്ല, ഐശ്വര്യല്ല, ഐശ്വര്യൊക്കെ നമ്മൾ തേടി വരും. നമ്മുടെ വീട്ടിലെ ദുരിതങ്ങൾ, പട്ടിണികൾ എല്ലാം ഇല്ലാണ്ടാവും. സാറിന് ഇത് വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ദുരിതവും പട്ടിണിയൊന്നും സാറിന് ഉണ്ടായല്ല. അയ്യോ, അത് ശരിയാവൂല. ഇത് വിറ്റിട്ട് വേണം ഇവിടുത്തെ പട്ടിണി മാറ്റാനായിട്ട്. സാറ് പിന്നെ കുടിക്കാൻ തീരുമാനം. കുടിക്കാൻ ചായ വേണല്ലോ. ശോഭ, ഒരു ഗ്ലാസ് ചായ എടുത്തേങ്ങനെ പയ്യനെ. കടി വേണ്ട. ഇവിടെ ഒരു നെയ്യപ്പരിപ്പുണ്ട്.
സാർ ഞാൻ നെയ്യപ്പത്തിന് തുടരുത് അറിയാമോ? അതെന്താ? ഇത് നിങ്ങൾ ചായക്കടന്ന് പഠിക്കുന്ന 10 രൂപ നെയ്യപ്പം ഉള്ളത്. പിന്നെ ഈ നെയ്യപ്പത്തിന് 15,000 രൂപ വില ഉണ്ടറിയാമോ? സാർ എന്താണ് 10,000 രൂപ വില എന്നൊക്കെ പറയുന്നത്? ഇതൊരു ചരിത്രമുള്ള നെയ്യപ്പം അറിയില്ലേ? എന്താണ് ചരിത്രം? അതിനെ കുറിച്ച് കേട്ടോ. താൻ കേട്ടിട്ടില്ല? അയ്യപ്പൻ നമ്മ നെയ്യപ്പം ചുറ്റും കാക്ക കുത്തി കടലിലിട്ട് മുങ്ങാൻ പിള്ളേർ മുങ്ങിയെടുത്ത് പറഞ്ഞില്ലേ? അന്ന് കാക്ക കുത്തി കടലിലിട്ട നെയ്യപ്പാണ് ഇരിക്കണം അറിയാമോ? മുങ്ങാൻ പിള്ളേരെ 3-ാം പക്കം കടൽ തീരത്ത് നിന്ന് കാക്ക കുത്തി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അത് വിട്. അപ്പൊ ഈ നെയ്യപ്പത്തിൽ തുടരുത്, മനസ്സിലായോ? ഓക്കെ സാർ. പിന്നെ സാർ എനിക്ക് ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുള്ള സംഭവമാണ് ഈ മോശയുടെ അംശവടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മോശയുടെ അംശവടി ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ആർക്കും കാണിക്കാറില്ല. ഒന്ന് കാണിച്ചു സാർ. അല്ല അങ്ങനെ ഒരുപാട് ബ്ലോഗർമാർ വന്നിട്ട് ഇതുപോലെ മോശയുടെ അംശവടി കാണുന്നു പറഞ്ഞ് ഞാൻ കാണിച്ചില്ല. കാരണം ഈ മോശയുടെ അംശവടിക്ക് നല്ല വിലയുള്ള സാധനം. അല്ല ഞാൻ കാണിച്ചു തരാം. ദേ ഇതാണ് ഞങ്ങൾ ഇന്നലെ തിന്ന ദോശ. അത് കൂട്ടുന്ന വടി. ദോശയുടെ അംശവടി അല്ല ചോദിച്ചത് അവര്, മോശയുടെ അംശവടി. സാറിനൊരു സഹായം. പിന്നെ സാറിന് ഒരു പ്രത്യേക സംഭവം ഉണ്ട്. മറ്റൊന്നുമല്ല, സാറിന് ആന്റി കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ആന്റി കണക്ഷൻ. ആന്റി കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വികാരമാണ്. അയ്യോ അത് കൊച്ചു പറഞ്ഞോ? പറഞ്ഞു. അല്ലെങ്കിൽ ഈ നാട്ടുകാരെല്ലാരും പറയാറുണ്ട് സാറിന് ആന്റിമാരുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടെന്ന്. ശോഭേ തനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് സാർ. ഞാൻ മറ്റൊന്നുമല്ല, ഞാൻ വീട്ടിലേക്ക് കയറി വരുന്ന വഴി ഒരുപാട് വണ്ടി ഇവിടെ കിടപ്പുണ്ട്, കാറുകളെ. അപ്പൊ സാറിന് വണ്ടിയോടുള്ള പ്രണയം അഗാധമായ പ്രണയമാണ്. എന്താണ് ഈ കാർ എന്ന് പറഞ്ഞാൽ? എനിക്ക് ഭയങ്കര ആഡംബരമാണ് ഈ കാറിനോട്. എന്റെ കയ്യിൽ ഇപ്പൊ ഒരുപാട് കാറുകളുണ്ട്. BMW ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ബെൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാറുകളുണ്ട്. ഇനിയിപ്പോ നാളെ ഞങ്ങളൊരു കാറ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മരക്കാർ എന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകും, എല്ലാരും കൊണ്ടുപോവാ. ശോഭേ പോടി. ഇനി എന്താണ് സാറ്? മറ്റൊന്നുമല്ല, അതായത് സാർ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ സാർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ സാർ ഒരുപാട് ചെയ്യാറുണ്ട്. അതിനെ കുറിച്ച് പ്രഷർ. അല്ല, ഞാൻ ഈ ചാരിറ്റിയെ കുറിച്ച് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നന്മയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ സാധനം പറയുന്നതിന്റെ ഗ്യാപ്പിൽ ഫിൽ ചെയ്തിട്ട് മറ്റേ പാട്ട് ഇടണം. നന്മയുള്ള ലോകം എന്നുള്ള സാധനം ഫീൽ ചെയ്യണം. അപ്പൊ എന്റെ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ തന്നെ നിലവിൽ 2 കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഒന്ന് സാറിന്റെ കുടുംബം, മറ്റേത് കൊച്ചമ്മയുടെ കുടുംബം. ശോഭേ അതെ, നീ എനിക്ക് ഉപകാരം ചെയ്യണില്ല, ഉപദ്രവം ചെയ്യാണ്ടെന്ന് അകത്ത് കയറി പോവാമോ? ഞാനും കൂടി ഫേമസ് ആവട്ടെ. നീ ഒരു ഫേമസ് അകത്ത് കയറി പോയ നീ എന്തൊരു സാധനമാണ് സാർ. അതെ, ഈ തത്വങ്ങളെ കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? എങ്ങനെ തത്വങ്ങൾ? നമുക്ക് തത്വങ്ങളുണ്ടല്ലോ. അതെ അതെ ഉണ്ട്. എനിക്കൊരു 4-5 തത്വങ്ങൾ 4-5 ഉണ്ടായിരുന്നു, പക്ഷെ അത് 2 ചത്തുപോയി. തത്തകളെ തത്വങ്ങൾ. ഈ തത്വങ്ങൾ അതായത് എന്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വലത് കൈ ചെയ്യുന്ന സംഭവം ഇടത് കൈ അറിയാൻ പാടില്ല. പാവപ്പെട്ടവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതായത് ഞാൻ ഇതുവരെയായിട്ട് ഈ പുരാവസ്തു സാധനങ്ങളൊന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തിട്ടില്ല. എല്ലാം പണക്കാർക്ക് വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പാവപ്പെട്ടവർ കൊടുത്താൽ 10ന്റെ പൈസ കിട്ടില്ല എനിക്കറിയാം. പക്ഷെ പണക്കാരെ കഴിയുമ്പോൾ പൂത്ത പൈസ ഉണ്ടാവുമ്പോൾ എന്ത് വേണമെങ്കിലും മാറി വിതിരിക്കുള്ളൂ. അങ്ങനെ സാറേ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും സാറിന് ഇത്രയേറെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, പ്രേക്ഷകർക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന വഴി അറിയത്തില്ല സാറേ, അവിടെ എന്താ സാർ വെള്ളം കെട്ടി തളം കെട്ടി കിടക്കുന്നത്? അത് വെള്ളമല്ല, അത് എന്റെ ഇളയ കൊച്ചു മുള്ളിയതാ. എന്റെ പോലെ മൂത്തൊന്നും തൂത്തുള്ള എന്തിനാ ഈ ഇളയ കൊച്ചു മുള്ളി ഇങ്ങനെ നെറ്റി വെക്കേണ്ട കാര്യം എന്താ? ഉണ്ണിമാത്രം പുണ്യാണ് അറിയാൻ പാടില്ല. ഉണ്ണിയപ്പം ഇന്റർവ്യൂ കഴിഞ്ഞ് പോകാൻ പാടില്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഞാൻ വീണ്ടും കാണാം. ഓക്കെ സാർ. താൻ പോകുമ്പോ താൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വിളിക്കുന്നത്. അതല്ല സാറിനെ കൊണ്ട് ഞാൻ പോകുള്ളൂ. അത് എന്നെ കൊണ്ട് എന്തിനാ പോണത്? അതെന്റെ സാർ തന്നോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് സാർ? എടോ, ദൈവങ്ങളുടെയും ചരിത്രങ്ങളുടെയും പേര് പറഞ്ഞ് വഴി കിടക്കുന്ന ആക്രസാനം എടുത്തിട്ട് അതിൽ ചെളി പുരട്ടി പുരാതന വസ്തുവാന്ന് പറഞ്ഞ് താൻ വിൽക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഇനി നിർത്തിക്കോളണം. അത് ശരി. അപ്പൊ താൻ വ്ളോഗർ അല്ല, എന്നെ പെടുത്താൻ വേണ്ടി വന്നതല്ലേ? താനിപ്പോ പറഞ്ഞില്ലേ ഞാൻ ഈ വഴി കിടക്കുന്ന സാധനങ്ങളൊക്കെ ചെളി പുരട്ടിട്ടൊക്കെ വിൽക്കണം എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ് തെളിവ്, എന്താണ് സാക്ഷി? അതിനുള്ള സാക്ഷിയും തെളിവും ഇല്ലാതെ കേരള പോലീസ് ഇവിടെ വരികയല്ല മോനെ. നിങ്ങൾ പറ, നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ എന്താണ്? നിങ്ങൾ കൊണ്ടുവന്ന സാക്ഷികളാണ്? മോനെ ജോൺസാ. ശോഭയല്ല, സുനിത IPS. നീ എന്താ വിചാരിച്ചേ? നിന്റെ എച്ചിലെടുത്ത് നടക്കുന്ന വെറും ഒരു വേലക്കാരിയാണ് ഞാനെന്നോ? എന്നാ തെറ്റി മോനെ ജോൺസാ നിനക്ക്. നീ ആരെയൊക്കെ പറ്റിച്ചു, എങ്ങനെയൊക്കെ പറ്റിച്ചു, എത്രയൊക്കെ നേടി എന്നുള്ളതിന്റെ സകല തെളിവുകളും ഇന്ന് എന്റെ കയ്യിലുണ്ട്. അതൊക്കെ കാണണോ മോനെ ജോൺസാ? എടോ PC, ഇവന്റെ കയ്യിൽ അണിയാനുള്ള വള അങ്ങ് എടുത്തു കൊടുത്തേക്ക്. ഇതാണ് വിലങ്ങ്. ഇതൊന്നല്ല വിലങ്ങ്. പിന്നെ 1947 സ്വാതന്ത്ര്യ സമര കാലത്ത് മംഗൾ പാണ്ഡെ അണിയിച്ചൊരു വിലങ്ങ് എന്റെ കാര്യത്തിലുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് താല്പര്യമാണെങ്കിൽ വെറും 1.5 കോടിക്ക് ഞാൻ തരാം. എന്താ നിങ്ങളുടെ അഭിപ്രായം?